മൊത്തം വെയിറ്റ് അറിയാനായിട്ട് ആദ്യം എന്റെ വെയിറ്റ് എത്രയാണ്. അപ്പൊ അതേ അടുത്ത് നമ്മുടെ റെയിൻ കോട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണല്ലേ പൗച്ചിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇനി 6th സ്റ്റാൻഡേർഡ് ആയില്ലേ ഹിന്ദി ഒന്ന് മാറ്റേണ്ടി വന്നു. അതായത് 72 പേജസ്. ഹലോ, അപ്പൊ ഇതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ HNC പോയിട്ട് ലച്ചുവിന് സ്കൂളിലേക്കുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തതിന്റെയും അവിടെ നിന്ന് പിന്നെ ലുലുന്ന് KFC കഴിച്ചതിന്റെയും പിന്നെ തിരിച്ചു വന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ട് HNCന്ന് എന്തൊക്കെയാ വാങ്ങിയതെന്നുള്ളതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോയും കൂടിയാണ് കേട്ടോ. നമ്മളെല്ലാ കൊല്ലം HNCന്നാണ് കേട്ടോ ടെക്സ്റ്റ് ആയാലും നോട്ടായാലും മേടിക്കാറ്. എന്താ പറയാ, നമ്മളവിടെ ചെന്നിട്ട് ഇത്രയും സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ തന്നെ അവരെല്ലാ ടെക്സ്റ്റും നമുക്ക് എടുത്ത് കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ കുട്ടി സ്റ്റോറി ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് നന്നായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നെയിം സ്ലിപ്പ് തപ്പി ലച്ചിന് ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളത് അവക്കാഡോന്റെ ഒരു കട്ടറാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കുട്ടികളെയും കൊണ്ട് നമ്മൾ HNC ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ അതേ പ്ലാസ്റ്റിക് ക്രയോൺസ് ആവശ്യമാണല്ലോ നമുക്ക് നോട്ട്ബുക്കിലൊക്കെ ചെയ്യാനായിട്ട്, അതാണ് ആവശ്യം. പിന്നെ ഇതുപോലത്തെ കുറേ ഫാൻസി ആയിട്ടുള്ള പെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കുട്ടികൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോട്ട്ബുക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങാറ്. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് പെൻസ് ഒക്കെ ഉണ്ട്. റീസണബിൾ റേറ്റിന് തന്നെ ഉള്ളതൊക്കെയാണ് കേട്ടോ. ലച്ചുവിന് ഇതെല്ലാം കണ്ടിട്ട് വാങ്ങണമെന്നുണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പെൻ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇത് റബ്ബറാണ് കേട്ടോ. അത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ലച്ചു വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 99 റുപ്പീസ് ആയിരുന്നു കേട്ടോ അതിന്. അപ്പൊ നമ്മൾ നമ്മുടെ ബുക്സ് എല്ലാം വാങ്ങി ബില്ലൊക്കെ അടിച്ച് നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എന്താ പറയുക, ഇത് നമ്മൾ എന്താ പറയുക പിന്നെ നമ്മൾ നേരെ പോയത് ലുലുലിക്കാണ് കേട്ടോ. അപ്പൊ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഹോൾ ചിക്കൻ എന്തെങ്കിലും വാങ്ങി മോളിൽ പോയിരുന്ന് കഴിക്കാം എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പൊ അതേ അവിടെ ചെന്നപ്പോഴാണ് മാംഗോ ഫെസ്റ്റ് നടക്കണത് കണ്ടത് കേട്ടോ. അപ്പൊ അതേ ഒരുപാട് വെറൈറ്റി മാംഗോസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുൾ മാംഗോ. ഇവിടെ ലുലുവിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാംഗോ ഫെസ്റ്റ് വരുമല്ലോ. മാംഗോ ഫെസ്റ്റിനോടൊപ്പം ആ മാങ്ങയുടെ തൈയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഏത് മാങ്ങയാണ് നമുക്ക് ആവശ്യമുള്ള അതിന്റെ തൈയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് KFCയിലാണ് കേട്ടോ. അതായത് ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ ചിക്കൻ മേടിച്ച് മുകളിൽ പോയിരുന്ന് കഴിക്കാമെന്നായിരുന്നു. പക്ഷെ വലിയൊരു ക്യൂ ഉണ്ടപ്പോ തന്നെ നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിത് ബ്രോസ്റ്റഡ് കഴിക്കാന്നായി കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിങ്ങനെ ബ്രോസ്റ്റഡ് കഴിക്കാറുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിലും സെയ്തുകൊണ്ടാണെങ്കിലും ലച്ചുവിനാണെങ്കിലും ബ്രോസ്റ്റഡ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവിടെ കുറെ നേരം ഇരുന്ന് വർത്താനം എല്ലാം പറഞ്ഞു നമ്മളിതെല്ലാം ഫിനിഷ് ആക്കി. പിന്നെ നമ്മൾ നേരെ പോയത് വീട്ടിലേക്കാണ് കേട്ടോ. കുറച്ച് ചെറിയ ബുക്സ് ആണ് കേട്ടോ. അതായത് 72 പേജസിന്റെ ബുക്സ് ആണ് കുറച്ച് മേടിച്ചേക്കുന്നത്. ഇത് ടെസ്റ്റ് പേപ്പർ ബുക്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് വലിയ 200ന്റെ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ പേജസ് ബാക്കി വരാറാണ്. അപ്പൊ ഞങ്ങള് ഇങ്ങനെയാണ് കേട്ടോ വാങ്ങാറ്. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ വാങ്ങിയിരിക്കുന്നത്. പിന്നെ അത് ഇങ്ങനെ ഇപ്പൊ HNCയിൽ അവര് പറയണു, ഞാൻ ചെറിയ ബുക്ക് പറഞ്ഞപ്പോ അവര് പറയണു ഇനി 6th സ്റ്റാൻഡേർഡ് ആയില്ലേ, അപ്പൊ അത് ഇതുപോലത്തെ നോട്ട്ബുക്സ് ആണ് ആവശ്യം. നമ്മള് എന്താ പറയാ റൂൾഡും വേണം അൺറൂൾഡ്, അതായത് ഒരു സൈഡ് റൂൾഡും ഒരു സൈഡ് അൺറൂൾഡും വേണം കേട്ടോ. അപ്പൊ ഇതിപ്പോ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അതാണ് ബോത്ത് സൈഡ് റൂൾഡ് വേണ്ടത്. പിന്നെ നമുക്കിനി എന്താ പറയാ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ, ജോഗ്രഫി അതിനൊക്കെ നമ്മളിതാ 1 സൈഡ് റൂൾഡും ഒരു സൈഡ് അൺറൂൾഡും ആണ് കേട്ടോ വേണ്ടത്. നമ്മൾ അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ബുക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മാത്സ് അറിയാലോ, മാത്സ് നമ്മള് ഇങ്ങനത്തെ എന്താ വാങ്ങിച്ചത്. ഇപ്രാവശ്യം ലച്ചുവിന്റെ ഗ്രാഫ് ബുക്ക് ഉണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഗ്രാഫ് ബുക്കിലൊക്കെ അവള് ചെയ്യാനായിട്ട് പോണത്. അപ്പൊ അതും നമ്മള് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നോട്ട്ബുക്സ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കവർ ചെയ്യണം. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു 3 റോള് മതി ഇതൊക്കെ പൊതിയാന്നാണ് കേട്ടോ അവര് പറഞ്ഞത്. അപ്പൊ നമ്മൾ ലച്ചു എപ്പോഴും എല്ലാ കൊല്ലവും ഈ ഒരു ടൈപ്പാണ് കേട്ടോ എടുക്കാറ്. ഈ ഒരു പേപ്പറാണ് അവർക്ക് ഇഷ്ടം. ഇങ്ങനെ ഭയങ്കര തിളങ്ങിയിരിക്കണ പേപ്പറൊന്നും ഇഷ്ടമല്ല. പിന്നെ നെയിം സ്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് ബാർബിയുടെ തന്നെ വേണോന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ടെക്സ്റ്റ് ബുക്സ് ആണ്. ലച്ചുവിന് ഇവർക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ EVS ഒരു ബുക്കുള്ളൂ സയൻസ് എന്ന് പറഞ്ഞിട്ട്. അതിലാണ് നമ്മള് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ തന്നെ സോഷ്യലും അതെ ജോഗ്രഫി, ഹിസ്റ്ററി അങ്ങനെ ഒരു ബുക്ക്.
ഇതാണ് കേട്ടോ ബുക്സ്. ഹിന്ദി ഭയങ്കര ചെറുതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇപ്രാവശ്യം നമുക്ക് ഹിന്ദി ഇതാണ്. ഹിന്ദി ഒന്ന് മാറ്റേണ്ടി വന്നു നമുക്ക്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഇനി ബുക്ക് വാങ്ങാൻ വേണ്ടി പോവാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയില്ല. ഒരു ടെക്സ്റ്റ് 2-3 പേജൊക്കെ ബ്ലാങ്ക് ആയിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ നോക്കിയെടുക്കാന്ന് പറഞ്ഞിട്ടും ഹിന്ദിയുടെ 2-3 മിക്ക പേജും കീറിയിരിക്കണായിരുന്നു. പിന്നെ അത് രണ്ടാമത് കൊണ്ടുപോയി നമുക്ക് മാറ്റേണ്ടി വന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും വാങ്ങിയില്ലേ നമ്മള് ടെക്സ്റ്റ് നോട്ട് ഇതെല്ലാം മേടിച്ചിട്ട് എത്ര രൂപയിൽ ഗസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് മേടിച്ച പൈസ ഇതാണ് കേട്ടോ. കാണാൻ പറ്റുന്നത് ഇത്രയും രൂപയാണ് കേട്ടോ നമുക്ക് ആയത്. നമുക്ക് ബുക്കൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി. അപ്പൊ അതേ അടുത്ത നമ്മുടെ ബാഗാണ്. ബാഗ് വന്നിട്ട് അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ആണ് നമ്മൾ ഈ പ്രാവശ്യം മേടിച്ചേക്കുന്നത്. 50% ഓഫ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1 year വാറണ്ടിയും കൂടി ഉണ്ട്. ബാഗും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും നമ്മൾ തിരുവനന്തപുരത്തെ ലുലുന്നാണ് മേടിച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം വരെ പോകണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇവരെ ഏത് എന്താ പറയാ ഷോപ്പിൽ പോയാലും നമുക്ക് ആ വാറണ്ടി നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് അത്യാവശ്യം അതായത് നമുക്ക് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഈ ബാഗ് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഇതിന്റെ വണ്ടിയൊക്കെ ഭയങ്കര കംഫർട്ടാണ് കുട്ടികൾ. പിന്നെ ആക്ച്വലി ഈ കളർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ഇത് തന്നെ മേടിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ അറിയാമല്ലോ ഇപ്പൊ റെയിൻ കോട്ട് ഉണ്ട്. ഇപ്പൊ ജീനിയുടെ ബാഗിലൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ കോട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം. മറ്റേത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കണായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഊരാൻ പറ്റില്ലായിരുന്നു. അതൊരു അഡ്വാൻറ്റേജ് തോന്നുന്നു. ലക്ഷ്യം ആദ്യമായിട്ടാണ് പിന്നെ ഈ ഒരു ബ്രാൻഡിന്റെ ബാഗ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ അടുത്തത് വന്നിട്ടാണ് നമ്മുടെ ലഞ്ച് ബോക്സ്. ലഞ്ച് ബോക്സ് ഈ കളറ് കുറെ നോക്കിയിട്ടാണ് കേട്ടോ കിട്ടിയത്. ഈ കളർ തന്നെ അവള് വേണമെന്ന് പറഞ്ഞിട്ടാ. നമുക്ക് ഈ ലഞ്ച് ബോക്സിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അറ്റാച്ച് നമുക്കിത് ഊരിയെടുക്കാം. അപ്പൊ നമുക്ക് കഴുകാനൊക്കെ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അത് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് തുറക്കാനൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അതിന്റെ കൂടെ വന്നതാണ് കേട്ടോ ഈ കറി ബോക്സ്. പിന്നെ സ്റ്റീലാണ് കേട്ടോ. അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയുടെയാണ് കേട്ടോ നമ്മളിത് മേടിച്ചത്. നമുക്ക് കറിയൊക്കെ സൈഡിൽ വെച്ചിട്ട് റൈസൊക്കെ കുട്ടികൾക്ക് ഇത് തന്നെ നമുക്ക് അധികമാണ് ശരിക്കും. ഇത്രയും വലിയ ലഞ്ച് ബോക്സ് ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മള് ഇതാ സെല്ലോന്റെ ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ മേടിച്ചത്. ഉള്ളിൽ സ്റ്റീലാണ് കേട്ടോ. സ്റ്റീലിന്റെയാണ് നമ്മുടെ സ്കൂള് അല്ലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും പറ്റില്ല. നല്ല ക്വാളിറ്റിയാണ്. ഭയങ്കര ബലമാണ്. അത്യാവശ്യം വെള്ളം കൊള്ളും. ഈ ഒരു മോഡൽ വാട്ടർ ബോട്ടിൽ കണ്ടിട്ടില്ല. ഇതിന്റെ ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഗ്രേ ആയിരുന്നു പനി. ഇനി അടുത്തത് ഇതാ പൗച്ച്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണല്ലേ പൗച്ച്. അപ്പൊ അതേ ക്യാപ്പിബാരയുടെ ഒരു പൗച്ചാണ്. ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. ആമസോണിൽ നിന്ന് വാങ്ങിയതാ. കാണുമ്പോ ഇത് ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതാണ്ടാ. ഒരുപാട് സ്റ്റോറേജസ് ഉണ്ട്. ഇത് കുറെ നേരത്തെ വാങ്ങി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതിൽ നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റും. പേന വരച്ചാണ് കണ്ട ഇത്രയും സ്റ്റോറേജ്. ഞങ്ങൾ പേന എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തോന്നുന്നു ഇത് കണ്ടോ. നമുക്ക് ഇങ്ങനെ പേനയൊക്കെ വെക്കാനുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ഇതും കൂടി ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുഞ്ഞു പൗച്ചൊക്കെ ഉണ്ട്. ഇതാണ് ഇപ്രാവശ്യത്തെ ലക്ഷ്മിന്റെ എനിക്കാണിത് കഴിഞ്ഞ കൊല്ലം എക്സാം എന്താ പറയാ ഫൈനൽ എക്സാം തീർന്ന മുന്നേ തന്നെ ഇതാണ് കേട്ടോ ക്യാപ്പിബാരയുടെ പൗച്ച്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ക്യാപ്പിബാര. പിന്നെ ഇതാണ് നമ്മുടെ പെൺ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല രസമാണ്. ഇതിന്റെ പല കളേഴ്സ് ഉണ്ടായി. നമ്മുടെ ചാൻസിൽ കിട്ടുക. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ പോയി വാങ്ങിക്കോട്ടെ. ഇനി എന്താ പറയുക എല്ലാം ഷോപ്പ് ചെയ്തൊക്കെ നിങ്ങളെ കാണിച്ചു. നമുക്കിത് തേച്ച് എത്രയുണ്ടെന്ന് നോക്കിയാലോ. എന്താ പറയുക ഇതെല്ലാം ഒന്നും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയില്ല. ഞാൻ പറയില്ലേ നോട്ട്ബുക്ക് ഒരു വർഷത്തേക്കാ വാങ്ങിയേക്കണം. നമുക്ക് എന്നാലും തേച്ച് എത്രയാണോ. അപ്പൊ ഇതിന്റെ
മൊത്തം വെയിറ്റ് അറിയാനായിട്ട് ആദ്യം എന്റെ വെയിറ്റ് എത്രയെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പിടിച്ചിട്ട് എത്രയെന്ന് നോക്കാം. അപ്പൊ ഇവിടെ സ്കെയിൽ ഇരിപ്പുണ്ട്. നമ്മൾ അതിലാണ് കയറി നിൽക്കാനായിട്ട് പോകുന്നത്. അതിന്റെ വെയിറ്റ് നോക്കിയാലോ? എല്ലാരും കണ്ടോളൂ. 64 ആണല്ലേ? 64. അപ്പൊ എന്റെ വെയിറ്റ് നേരത്തെ നോക്കിയിട്ടുണ്ടായില്ലേ? ഇപ്പൊ എന്റെ 2 കയ്യിൽ വെച്ചിട്ട് ബുക്സ് ഒക്കെ വെയിറ്റ് ചെയ്യാലോ. നോക്കിപ്പോ അപ്പോഴും ചെയ്തോണ്ട് അത്ര എത്തിയിട്ടില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോ നിങ്ങളുടെ കുട്ടികളുടെ ബാഗും എത്ര വെയിറ്റ് ഉണ്ടെന്ന് കമന്റ് ചെയ്യണം. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇവിടെ പറയാം.